Today we will be discussing on the type species Acidia, which is otherwise commonly known as sea squirt. Sea squirt പേരിൽ തന്നെ ഉണ്ട്, അത് കടലിൽ മാത്രമേ കാണുന്നുള്ളൂ. Urochordates extensively they are marine species, that is exclusively marine species. Marine മാത്രം കാണുന്ന, കടലിൽ മാത്രം കാണുന്ന ജീവികൾ ഉൾപ്പെടുന്നതാണ് യൂറോകോഡേറ്റ. ആയിട്ട് പഠിക്കാൻ പോകുന്നത് അസിഡിയാണ്. ഈ ഒരു ചെറിയ അതിൽ കാണുന്ന ഫ്ലോ ചാർട്ടിൽ കാണുന്ന, ഈ സ്ലൈഡിൽ ഫ്ലോ ചാർട്ടിൽ കാണുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് അല്ലെങ്കിൽ രണ്ട് പ്രസൻറ്റേഷൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. That is phylum Chordata. It is divided into three subphyla: Urochordata, Cephalochordata, and Vertebrata. And what are the bases upon which the classification was made? The most important one, obviously, the presence of dorsal hollow nerve coat, notochord, metamerism, then what? Postanal tail. So all these characters were the basis of classification. And then all these characters are found in all the three subphyla, right? So how vertebrata it is more advanced? Vertebrates are more advanced because of the presence of cranium. Okay, the skull and well-developed brain develop ചെയ്തുകൊണ്ടാണ് vertebrates കുറച്ചും കൂടി കൂടുതൽ advanced ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. Craniates എന്നാണ് പറയുന്നത്. And vertebrates, another feature of vertebrate, it is the presence of vertebral column. നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്യുന്ന എന്താ പറയുക, വെർട്ടിബ്രൽ കോളം പ്രസന്റ് ആയിരിക്കുന്നു. നോട്ടോകോഡ് ഇല്ല എന്നല്ല, നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജസിൽ വെർട്ടിബ്രേറ്റ്സിൽ എല്ലാത്തിലും കാണുന്നുണ്ട്. എന്നാൽ എംബ്രിയോണിക് സ്റ്റേജ് കഴിയുമ്പോഴേക്കും നോട്ടോകോഡ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് ബൈ എ വെർട്ടിബ്രൽ കോളം. ഓക്കെ, നമ്മുടെ ടൈപ്പ് സ്പീഷീസ് അസിഡിയ. അസിഡിയ എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് പറയുന്ന സീ സ്ക്വേർട്ട് എന്നാണ്. സ്ക്വേർട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഹോളിക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് സ്ക്വേർട്ട് എന്ന് പറയാം. അപ്പോൾ കടലിൽ കാണുന്ന സ്ക്വേർട്സ് ആണ് സീ സ്ക്വേർട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പേര് വന്നതെന്നുള്ളത്, അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്നുള്ളത് ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൂടിയാണ്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ബോഡി പാർട്സ് നോക്കി വെക്കാം. അപ്പം ഇതിൽ പിക്ചറിൽ കാണുന്ന, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു, ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂണിക് എന്നാണ്. അതായത് ഏറ്റവും പുറത്തുള്ള കവറിംഗ് ആണ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂണിക്. അതുകൊണ്ടാണല്ലോ യൂറോകോഡേറ്റ്സ് ദേ ആർ ഓൾസോ നോൺ ആസ് ട്യൂണിക്കേറ്റ. ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് കവേർഡ് ബോഡി is present, that is found, and that is why they are known as tunicates or tunicata. Now what is marked as AT is on the opposite side, it is marked AT. That represents atrial aperture, atrial opening അല്ലെങ്കിൽ atrial aperture ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. And on the top of the figure you can see BR, it represents branchial aperture. Okay, oral opening അല്ലെങ്കിൽ branchial aperture എന്ന് പറയും. ആൻഡ് ഈ മൂന്ന് ഭാഗമാണ് ഇപ്പോൾ തൽക്കാലം ഈ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ബ്രാങ്കിയൽ എപ്പേർച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓറൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ് ആണ്. ഏട്രിയൽ എപ്പേർച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ സിമിലർ ടു ഏനൽ ഓപ്പണിംഗ് ഇൻ ഹയർ ഓർഗാനിസംസ്. ഏനൽ അല്ലെങ്കിൽ ക്ലാക്കൽ ഓപ്പണിംഗിന് തുല്യമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഏട്രിയൽ എപ്പേർച്ചർ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അസിഡിയ ശ്വസിക്കുന്നതും അതുപോലെ ഭക്ഷണം എടുക്കുന്നതും ഒക്കെ തന്നെ വെള്ളത്തിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് ലോവർ ഓർഗാനിസത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ they taking food as well as oxygen from the water, right? So how does it takes up the oxygen and food? Obviously the food or vertical oxygen cannot be taken through the test, അല്ലെങ്കിൽ മെംബ്രെയിനിലൂടെ അല്ലെങ്കിൽ സ്കിന്നിലൂടെ കവറിങ്, ബോഡി കവറിങ്ങിലൂടെ it is not possible. So what happens is the water laden with food rich with oxygen, it enters the body through the branchial aperture. Branchial aperture വഴി ശരീരത്തിനകത്തേക്ക് കിടക്കും. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് ഫുഡെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഓക്സിജൻ എല്ലാം എടുത്തതിന് ശേഷം ഇറ്റ് മൂവ്സ് ഔട്ട് ത്രൂ ദ ഏട്രിയൽ എപ്പേർച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു സൈക്കിൾ ഐ സപ്പോസ് ഇറ്റ് ഇസ് ക്ലിയർ. ബ്രാങ്കിയൽ എപ്പേർച്ചറിലൂടെ വെള്ളം അകത്തേക്ക് കടന്ന് ഫുഡും ഓക്സിജനും ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വാട്ടർ കണ്ടെയ്നിങ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ് ആസ് വെൽ ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് മൂവ്സ് ഔട്ട് ത്രൂ ദ ഏട്രിയം or atrial aperture to be accurate. Okay, atrial aperture-ലൂടെ പോകും. സോ ഇങ്ങനെ പോകുന്ന സമയത്ത്
ഈ ഡൈജഷൻ ആവശ്യമുള്ള എല്ലാതും ഫുഡും ഓക്സിജനും ഒക്കെ തന്നെ ഫിൽട്ടർ ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ what happens, this kind of a behavior is also used when what you call when the animal is disturbed, ഒരു predatorന്റെ presence or ഒരു disturbance വന്നു കഴിയുമ്പോൾ what happens is all of a sudden a huge amount of water is taken through the branchial aperture and it is actually jet out through the atrial aperture. വെള്ളം ബ്രാങ്കിയൽ aperture അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ് വഴി എടുക്കുകയും എന്നിട്ട് ഒരു ജെറ്റ് പോലുള്ള ഒരു what you call huge amount of water is expelled through the atrial aperture. നമ്മൾ ഹോളിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുക വെള്ളം തെറിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ സംഭവം പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പം when an animal is disturbed, it squirts out or jets out like water through the atrial aperture, and that is why the name has come sea squirt. Okay, I hope it is clear, right? And മറ്റെല്ലാ യൂറോകോഡേറ്റ്സ് പോലെയും Ascidia is also a marine urochordate, and just like നമ്മൾ Ascidiaceae general character പറഞ്ഞ പോലെ ഇത് completely sedentary ആണ്, sessile. It is attached to some rock or substratum. Okay, it is found usually in groups. That is ഒരുപാട് Ascidia ഒരേ സ്ഥലത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത രീതിയിൽ റോക്കി സർഫസിലൊക്കെ അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. In groups or it is otherwise in clumps. Okay, ഇനി അതിൻ്റെ like how the body is how it is made up of നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ body in adult the adult has a body almost similar to a wrinkled sac. അതായത് ചുക്കി ചുളിഞ്ഞിട്ടുള്ള ഒരു ബാഗ് പോലുള്ള ഒരു രൂപമാണ് adult Ascidians എന്നുള്ളത്. ആൻഡ് ഇത് യൂഷ്വലി ഒരു ബ്രോഡ് ബേസ്, ഇപ്പം നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം ഏറ്റവും താഴെ ഭാഗത്ത് ഒരു ബ്ലാക്ക് സർഫസ്, അത് റോക്കാണ്, അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രോഡ് ബേസ് കാണാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ബോഡി ലുക്സ് ലൈക്ക്. ആക്ച്വലി ആ ബ്രോഡ് ബേസ് ആണ് പോസ്റ്റീരിയർ എൻഡ്. ഓക്കെ, ആ ഹോൾ ഓർഗാനിസത്തിൻ്റെ the part with which it is attached to the substratum is the posterior part, while just the opposite end is the anterior end. അതായത് ബ്രാങ്കിയൽ aperture ഉള്ളത് anterior എൻഡും ബേസ് ഉള്ളത് പോസ്റ്റീരിയർ എൻഡും ആകും. ഓക്കെ, ആൻഡ് I hope it is clear. Okay, ബ്രാങ്കിയൽ aperture അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ്, അതല്ലെങ്കിൽ ഓറൽ aperture എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ ഒരേ ഇതിൻ്റെ മെയിൻ പേര് തന്നെയാണ് ബ്രാങ്കിയൽ aperture, oral aperture or mouth. Okay, this is that part is actually the anterior end. Okay, and the part which have the atrial aperture is actually the dorsal side. So atrial aperture ഉള്ള ഭാഗമാണ് ബോഡിയുടെ dorsal side വരിക. The other just 1 minute. Okay, so atrial aperture ഉള്ള portion ആണ് dorsal side, and the opposite part is the ventral side. നമുക്ക് ഇനി വരുന്ന സ്ലൈഡ്സിൽ പിക്ചർ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കി കാണാൻ സാധിക്കും. So I hope anterior end, posterior end, the dorsal side and the ventral side. Now branchial aperture വേറൊരു പേരാണ് inhalant siphon. Inhalant എന്ന് പറഞ്ഞാൽ വെള്ളം അകത്തേക്ക് കയറുന്ന, അല്ലെങ്കിൽ അകത്തേക്ക് നമ്മൾ ശ്വസിക്കുന്നതൊക്കെയല്ലേ ഇൻഹലേഷൻ, റൈറ്റ്? ബ്രീതിങ് ഇൻ അതല്ലേ നമ്മൾ പറയുന്നത് ഇൻഹലേഷൻ. ഇവിടെ ഇറ്റ് ഇസ് ടേക്കിംഗ് ഇൻ വാട്ടർ. അപ്പോൾ അതുകൊണ്ട് the aperture through which water is taken in, അതിനെ നമ്മൾ ഇൻഹേലന്റ് സൈഫൺ എന്ന് പറയും. നേരെ മറിച്ച് ഏട്രിയൽ aperture വേറൊരു പേരാണ് എക്സേലന്റ് സൈഫൺ എന്നുള്ളത്. എക്സേലന്റ് സൈഫൺ അല്ലെങ്കിൽ ഏട്രിയൽ aperture, it is one and the same. Okay, that I hope it is clear. ഇനി ഇതൊക്കെയാണ് ബോഡിയിൽ എക്സ്റ്റേണലി കാണുന്ന പാർട്സ്. അതിൻ്റെ പുറത്തു കൂടെ ഉള്ള കവറിംഗ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ആൻറ്റീരിയർ ഭാഗത്ത് മൗത്ത് ഓപ്പണിംഗ്, ഡോർസൽ ഭാഗത്ത് ഏട്രിയൽ ഓപ്പണിംഗ്, ആൻഡ് പോസ്റ്റീരിയർ ഭാഗത്ത് ഇത് ബ്രോഡ് ബേസും ഉണ്ടാവും. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ Ascidiaയുടെ ഒരു ബോഡി സ്ട്രക്ചർ. ഇനി നമുക്ക് ഔട്ട്സൈഡ് സർഫസിൽ നിന്ന് അകത്തേക്ക് ആ ബോഡി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഒരു ലെയർ ബൈ ലെയർ വി കൻ സി the outermost complete externally the body is covered by a protective integument which is known as a tunic or test. Okay, അതിൻ്റെ പുറത്തുകൂടെ ശരീരത്തിൻ്റെ പുറത്തുകൂടെ ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ട്യൂണിക് അല്ലെങ്കിൽ
test എന്ന് പറയുന്നത്. It is actually is soft and leathery and almost translucent. Obviously not completely transparent, it is almost translucent, because in the case of SDACA the test is a little more thicker, so it is not purely transparent, unlike what we see in the case of Thaliacea or the other groups, but here it is a little more thicker, so it is translucent. You can see the parts inside in a very vague way. Now so it is soft and leathery. It is ഈ ടെസ്റ്റ് എന്ന് പറയുന്ന കവറിങ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ബോഡി വാളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമല്ല. ഓക്കെ, ബോഡി വാളിനോട് ചേർന്നിട്ടുള്ള ഒരു ലെയർ അല്ല. വാട്ട് ഹാപ്പൻസ് ഇസ് ദ ടെസ്റ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ഇന്നർ ബോഡി വാൾ ഓൺലി അറ്റ് സർട്ടൻ പോയിന്റ്സ്. വൺ പോയിന്റ് ഇസ് അറൌണ്ട് ദ ബ്രാങ്കിയൽ എപ്പർച്ചർ. ബ്രാങ്കിയൽ എപ്പർച്ചറിനോട് ചേരുന്ന ഭാഗത്ത് ഈ ടെസ്റ്റും ബോഡി വാളും ഇറ്റ് ഇസ് ആക്ച്വലി അറ്റാച്ച്ഡ്, റൈറ്റ്? And another point is atrial aperture. Atrial aperture നോട് ചേരുന്ന ഭാഗത്ത് എത്തുന്ന ഭാഗത്ത് ടെസ്റ്റും ബോഡി വാളും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ 2-3 വേറെ സ്പോട്ടുകളിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് പിന്നീട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ യു ക്യാൻ സീ that the test is actually almost free from the body wall, and that is why the externally when we look the ascidia, it seems to be a seems to look like a wrinkled sac. കാരണം യഥാർത്ഥത്തിൽ ടെസ്റ്റ് ബോഡി വാളിനോട് ഒട്ടിപ്പിടിച്ചിട്ടല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത രീതിയിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അത് വിട്ടിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ലെതറി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനും കൂടി ആയ സ്ഥിതിക്ക് അത് ചുക്കി ചുമ്മിട്ടിരിക്കും. ഓക്കെ, ഈ ടെസ്റ്റ് ഏട്രിയൽ എപ്പർച്ചറിന്റെയും അതുപോലെ ബ്രാങ്കിയൽ എപ്പർച്ചറിന്റെയും 4 ഭാഗം മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫോംസ് എ സ്മോൾ വാട്ട് യു കോൾ lip like structure around the apertures. Okay, ഈ ടെസ്റ്റ് ഏട്രിയൽ എപ്പർച്ചറിനോട് ചേരുന്ന ഭാഗത്ത് അവിടെ അറ്റാച്ച് ചെയ്യുന്ന മേർജ് ചെയ്യുന്ന ഭാഗത്ത് അത് ലിപ്പ് പോലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, ചുണ്ടിട്ട് ഇതിൽ ഏട്രിയൽ എപ്പർച്ചറിന്റെ അവിടെ അല്ല സോറി ബ്രാങ്കിയൽ എപ്പർച്ചറിന്റെ അവിടെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ സാധിക്കും ആ ലിപ്പ് ലൈക്ക് സ്ട്രക്ചർ, and that is formed where the test attaches with the body wall. Okay, and it is not attached anywhere, it forms a loose covering obviously. Now what is the chemical composition of the test അല്ലെങ്കിൽ ട്യൂണിക്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ട്യൂണിക്കേറ്റ എന്ന പേര് വന്നതെന്നുള്ളത്. എന്തുകൊണ്ടാച്ചാൽ ഈ ടെസ്റ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എ കെമിക്കൽ നോൺ ആസ് ട്യൂണീസിൻ. ട്യൂണീസിൻ എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ടാണ് ഇത് ടെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് 60% ട്യൂണീസിൻ. And tunisian, what is tunisian? It is actually a complex polysaccharide. It is almost similar to cellulose പോലെ ഇരിക്കുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് ട്യൂണീസിൻ. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന്റെ പേര് ട്യൂണീസിൻ എന്ന് പറയുന്നത്. നമ്മളൊരു ആനിമൽ കിങ്ഡമിൽ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കെമിക്കൽ ഇറ്റ് ഈസ് വെരി യുണീക്ക് ഇൻ അസിഡിയ. അപ്പോൾ അസിഡിയ അല്ലെങ്കിൽ യൂറോകോഡേറ്റ്സിൽ മാത്രം കാണുന്ന ഒരു കെമിക്കലാണ് ഈ ട്യൂണീസിൻ എന്ന് പറയുന്നത്. Test is actually soft connective tissue. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ കണക്റ്റീവ് ടിഷ്യൂ നമ്മളെ ബോണും കാർട്ടിലേജ് ഒക്കെ കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ഒരു മാട്രിക്സ് ഉണ്ടാവും, ജെല്ലി ലൈക്ക് മാട്രിക്സ് വിൽ ബി ദർ, ആൻഡ് ഇൻ ദാറ്റ് ദർ വിൽ ബി സെൽസ്, ദർ വിൽ ബി ഫൈബേഴ്സ് എക്സെട്ര. So അതുപോലെ തന്നെ ടെസ്റ്റ് is also a connective tissue, and the base of the connective tissue, this connective tissue is a translucent matrix, and the matrix contains different kinds of wandering cells. Then fibrils are there. Fibrils എന്ന് വെച്ചാൽ നാര് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇന്റർലേസിംഗ് ഫൈബ്രിൽസ് ഉണ്ടാവും. Then calcareous spicules, very small tiny calcareous spicules will be there, and it may also contain branching blood vessels. അപ്പോൾ ട്യൂണിക്കിൽ അതും ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് വരുന്ന ബോഡി വാളിനാണ്. അപ്പോൾ ബോഡി വാളിൽ നിന്ന് മറ്റേ നമ്മുടെ ടെസ്റ്റിലേക്ക് ബ്ലഡ് വെസൽസ് കയറുന്ന ഭാഗങ്ങളിലും ടെസ്റ്റും അതുപോലെ ബോഡി വാളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. I told you earlier, the test is attached to the body wall at the branchial aperture as well as the atrial aperture. So other than that, test is also attached to the body wall at those points where the blood vessel enters the test. Okay, so those are also the points where the test and the body wall is attached with. Now from where the test is produced. Test is usually secreted by
the ectodermal cells of the body wall. So ടെസ്റ്റിന്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് ബോഡി വാൾ. ഒബ്വിയസ്ലി അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി തൊട്ട് താഴെ കിടക്കുന്ന അടുത്ത മെംബ്രെയിനാണ് ബോഡി വാൾ. അപ്പോൾ ഈ ബോഡി വാളിലുള്ള എക്ടോഡെർമൽ സെൽസ് ആണ് ടെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രം വിതിൻ. ഓക്കെ, അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളുന്ന ആ ട്യൂമീസിൻ അടങ്ങിയിട്ടുള്ള ഈ കംപ്ലീറ്റ് മിക്സ്ചർ ചേർന്നിട്ടാണ് ടെസ്റ്റ് എന്ന് പറയുന്ന എന്താ പറയുക ലെയർ ഫോം ചെയ്യുന്നത്. റിഗാർഡിങ് ഹിയർ യു ക്യാൻ സി on the left side you can see the bunch of അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസിഡിയൻസ്. അസിഡിയയുടെ ഒരു ഗ്രൂപ്പ് ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്പണിംഗ് ഓരോ സ്ട്രക്ചറിനും ഓരോന്നും അസിഡിയാണ്. അതിൽ രണ്ട് ഓപ്പണിംഗ് കാണാം. ആ ബ്ലാക്ക് മാർജിൻ ഉള്ളതാണ് ആക്ച്വലി വലിയ ബ്രാങ്കിയൽ എപ്പേർച്ചർ അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടരികിൽ കുറച്ച് വിട്ടിട്ടായിട്ട് കാണുന്ന ചെറിയ ഓപ്പണിംഗ് ആണ് ഏട്രിയൽ എപ്പേർച്ചർ. ഓക്കെ, ഓൾമോസ്റ്റ് ട്രാൻസ്ലൂസൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള ഓർഗൻസ് ഒന്നും കൃത്യമായിട്ട് കാണുന്നില്ല. ഓൺ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സി എ സിംഗിൾ അസിഡിയ. Okay, you can see even that yellow colored part is actually the food which is passing through the stomach and the intestine, right? And the large part ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്നത് ആക്ച്വലി അതിൻ്റെ ഫാരിങ്സ് റീജിയൻ ആണ്. ഓക്കെ, അതിൻ്റെ pharyngeal portion. Now yeah, all the parts labeled. This is how the squirt looks like. Okay, അപ്പോൾ ഇതിൽ നമുക്ക് വിവിധ ഭാഗങ്ങൾ, right? Now, so going further inside, we have seen already what is the test, what is it composed of. The next one is body wall. Okay, inner to the test is body wall. Body wall is otherwise known as mantle. Mantle എന്നാണ് പറയുക. അതിൽ body wall, we have already seen body wall and mantle. It actually gets attached only at major attachment എന്ന് പറയുന്നത് atrial aperture അതുപോലെ oral aperture അല്ലെങ്കിൽ branchial aperture അവിടെയാണ്. അവിടെ ബോഡി വാൾ ചേരുന്ന ഭാഗത്ത് ഒരു ഇത്തിരി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഈ എപ്പേർച്ചർ ആക്ച്വലി എന്താ പറയുക ഹോൾ ബോഡിയിൽ നിന്ന് നമുക്ക് എടുത്ത് കാണാവുന്ന രീതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തായിരിക്കും, ഒരു ചെറിയൊരു ഹില്ലക് പോലെ. അതിനെ നമ്മൾ സൈഫൺ എന്നാണ് പറയുക. ഓക്കെ, സോ ദ ബോഡി വാൾ ഇറ്റ് ഫോംസ് two siphons around the apertures. Around the oral aperture it is known as the oral siphon and അല്ലെങ്കിൽ branchial siphon എന്ന് പറയും. And around the atrial aperture it is known as a atrial siphon. Right? Mantle is contractile and actually it do show muscular activity and that helps in opening and closing of the aperture. Of a mantle around the apertures, it actually help in closing and opening of the apertures. Okay. Now it consists of 3 layers. Obviously, ടെസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ നമ്മൾ ഔട്ടർ എപ്പിഡെർമിസ് എന്നും അതുപോലെ ഏട്രിയൽ ക്യാവിറ്റിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഏട്രിയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ നമ്മൾ ഇന്നർ എപ്പിഡെർമിസ് എന്ന് പറയും. ഇതിന്റെ ഇടയിൽ അത് യൂഷ്വലി ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഇസ് സിംഗിൾ ലെയർഡ് സെല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഔട്ടർ എപ്പിഡെർമിസും ഇന്നർ എപ്പിഡെർമിസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിലുള്ള റീജിയൻ ഇറ്റ് ഇസ് ലിറ്റിൽ മോർ thicker. It is composed of gelatinous matrix and cells, fibers, blood vessels, muscle fibers, etc. And that part is known as mesoderm. So coming from outside, adile nammal porthunnu agathekku keri varumbo you have the test allengil tunic ennu parayna part undu. Adinte agathe you have the outer epidermis of the body wall, then you have the mesoderm of the body wall and the inner epidermis of the body wall, and inside that you have the atrium or the atrial cavity. I hope the layers are clear. Now regarding the atrium. Atrium is otherwise known as peribranchial cavity. നമ്മൾ ഫാരിങ്സ് എന്ന് പറഞ്ഞ് വരച്ച ഭാഗം ഓർമ്മയുണ്ടോ? യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗം, അതിൻ്റെ 4 പുറമുള്ള ഭാഗമാണ്. അതിൻ്റെ ലാറ്ററൽ സൈഡിലും അതുപോലെ അതിൻ്റെ എന്താ പറയുക ഡോസൽ സൈഡിലും ഡോസൽ സൈഡിലും കാണുന്ന ഭാഗമാണ് atrial cavity. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി ദിസ് ഏട്രിയം അല്ലെങ്കിൽ atrial cavity encloses the pharynx. And that is the reason why atrium is also known as peribranchial cavity. Peribranchial cavity എന്ന് പേര് വരാൻ കാരണം the cavity which surrounds the branchial region. Branchial region is the pharyngeal region. So it is otherwise known as a peribranchial cavity. Okay, I hope it is clear. Atrium or the atrial cavity, it actually encloses most of the organs, but since pharynx forms the largest among the
part which occupies major part of the body. അതായത് മൗത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് മുതൽക്ക് ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഫാരിങ്സ്. അപ്പോൾ അതിൻ്റെ നാലുപുറം കവർ ചെയ്യുന്ന ക്യാവിറ്റി ആയതുകൊണ്ട് ഏട്രിയം ഈസ് ഓൾസോ നോൺ ആസ് പെരിബ്രാങ്കിയൽ ക്യാവിറ്റി. ഓക്കെ, നൗ ദിസ് atrium opens out through the atriopore or atrial aperture. Okay, and this as said, it extends it is a continuous cavity that completely surrounds the pharynx except a few points which we have already seen, that is where the blood vessels enter the what do you call this one, etc. Okay, at certain points it is not complete. So that is a atrium, and atrium, it is found in you haven't studied that this one, what do you call cephalochordata. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അതിലും കാണാൻ സാധിക്കും. That is it. Okay, ഈ ഏട്രിയം ഉണ്ടായത് കൊണ്ട് തന്നെ what happens is സീലോമിന്റെ പ്രസൻസ് വളരെയേറെ റെഡ്യൂസ്ഡ് ആണ്. Okay, because of the extensive development of atrium, coelom gets highly reduced in the case of urochordata. In the adults, the coelom is represented or restricted as such, restricted to around the kidney, around the what do you call cardiac, say this one, and around the gonads. So gonadial coelomic cavity, the pericardial coelomic cavity, the renal coelomic cavity ഉണ്ട്. അത് മാത്രം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രമേ coelom കാണുള്ളൂ. Okay, so that was regarding the atrium and the coelom. So here you can see, right? And this is what we have already discussed. Okay, this explains how water enters and how it is let out from the body. We'll be looking into it in detail. Okay. So these are the few figures which I have included in the presentation so that you can learn drawing. Okay, one thing is once you watch this presentation, you have to draw the diagram of the ascidia showing the internal organs and label it, and then give it in the attach it in the comments. Okay, so we will be seeing in this presentation the digestive system as well as the respiratory system of ascidia, right? Digestive system, respiratory system അത്ര വലിയ കാര്യമായിട്ട് അതിനൊരു സ്പെഷ്യലൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താ? Digestive system നമുക്ക് in the case of ascidia, they don't have any specialized digestive glands. They have only alimentary canal, and alimentary canal നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. നമുക്ക് മുമ്പും കണ്ടിട്ടുണ്ട് പല ഓർഗൻസത്തിലും alimentary canalന്റെ ഈ ഡിവിഷൻസ് കണ്ടിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് it is being divided based upon from where it is originating. Okay, and what lines the internal line, what forms the internal line അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റോമോഡിയം, അതായത് ഫോർകട്ട്; മീസോഡിയം, ദാറ്റ് ഇസ് എ മിഡ് കട്ട്; പ്രോക്ടോഡിയം, ദാറ്റ് ഇസ് എ ഹൈൻഡ് കട്ട്. ഓക്കെ, സ്റ്റോമോഡിയം or the foregut includes mouth and buccal cavity, while mesodium or the midgut includes pharynx, esophagus, stomach, and intestine, and hindgut or the proctodium includes the cloacal region. ഇത് രക്തം കഴിഞ്ഞിട്ട് cloacal region. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൗത്ത് മുതൽ രക്തം വരെ ആലിമെന്ററി കനാലായിട്ട് തന്നെ, അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു ട്യൂബ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. തലഭാഗത്ത് അത് സ്വെൽ ചെയ്തിട്ടുണ്ട്, ഫാരിങ്സോ സ്tomach ഉള്ള ഭാഗങ്ങളിലൊക്കെ അത് നന്നായിട്ട് വലുതായി വീർത്തിട്ടുണ്ട് ആലിമെന്ററി കനാൽ. എന്നാലും അതൊരു ട്യൂബാണ്, കണ്ടിന്യൂസ് ട്യൂബാണ്. പക്ഷേ ക്ലോയക്ക എന്ന് പറയുന്ന റീജിയൻ യഥാർത്ഥത്തിൽ അത് എന്താ പറയുക, നമ്മുടെ ഏട്രിയൽ ക്യാവിറ്റിയുടെ ഭാഗമാണ്. അത് നമുക്ക് പിന്നെ പിക്ചറിൽ നോക്കാം. ഏട്രിയൽ ക്യാവിറ്റിയാണ് ഏട്രിയൽ ക്യാവിറ്റിയുടെ ഒരു ഭാഗമാണ് ക്ലോയാക്കയായിട്ട് ഓപ്പൺ ഫങ്ഷൻ ചെയ്യുന്നത്. ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ക്ലോയാക്ക ഓപ്പൺസ് ഔട്ട് ത്രൂ ദ ഏട്രിയോക്കോൾ. ഓക്കെ, എപ്പിപെറ്റേഴ്സിൽ. ഇനി എങ്ങനെയാണ് ഫുഡ് പാസ് ചെയ്യുന്നതും എന്താണ് ഓരോ ഭാഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫുഡ് എങ്ങനെ പാസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻ ദ കേസ് ഓഫ് അസിഡിയ, ദേ ആർ microphagus ciliary filter feeders. What does that mean? Microphagus, that means it feeds on smaller organisms, അതായത് ചെറിയ പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ദ സീലിയറി ഫിൽട്ടർ ഫീഡേഴ്സ്. സീലിയ വെച്ചിട്ട് വാട്ടർ കറന്റ് ഉണ്ടാക്കി സീലിയ കൊണ്ട് തന്നെ ഫിൽറ്റർ ഉണ്ടാക്കിയിട്ട് മെഷ് പോലെ അല്ലെങ്കിൽ ഒരു അരിപ്പ പോലെ ഉണ്ടാക്കിയിട്ട് ഫുഡിനെ ട്രാപ്പ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് ഫുഡിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സീലിയറി ഫിൽട്ടർ ഫീഡർ.
So digestive system, digestion in the case of the Acidia, they are microphagus. They are ciliary filter feeders. That is microphagus because they feed on smaller organisms. They are ciliary filter feeders because they, with the help of cilia, they make a water current, incurrent water current, and along with the water, food also gets inside, and this food is filtered out using cilia, which function as sieve. Okay, and then it feeds up. So that is why it is known as a ciliary filter feeder. Now we will see what is the route taken by the food while passing through passing through the alimentary canal. It is a mouth which receives the food, oral aperture mouth that opens into very narrow small buccal cavity, tubular buccal cavity, and from there the food enters a very massive pharynx, which contains a huge number of pharyngeal gill slits. Then from there it enters a very short and curved esophagus opening into a swollen stomach. Very ചെറിയ esophagus ആണ്, അത് curve ചെയ്തിട്ട് stomachലേക്ക് enter ചെയ്യും. Okay, and then from the stomach into a very long intestine, and the tip of the intestine actually transforms into a short rectum, and from there into the cloaca. Cloaca is actually a part of the atrial cavity. ഇത്രയാണ് അതിൻ്റെ ഒരു പാത്വേ. അതിന് ഓരോന്നിൻ്റെയും സ്ട്രക്ചറിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓക്കെ. Digestive system ആദ്യത്തെ ഭാഗം we have already seen, it is the mouth, right? Mouth leads into a narrow tubular buccal cavity, and it is followed by the pharynx. This is what we saw earlier. ഈ buccal cavityയുടെയും pharynxന്റെ ഇടയിൽ ഇതിന്റെ വാളിൽ നിന്ന്, അതായത് alimentary canalന്റെ വാളിൽ നിന്ന് a ring of tentacular processes extends out. Okay, tentacular ഒരു എന്താ പറയുക, tentacle എന്ന് പറഞ്ഞിട്ട് finger like structures നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. Tentacular process extends out into the cavity, into the alimentary canal. ആ canal അല്ലെങ്കിൽ ആ ഇതിനകത്തുള്ള ല്യൂമനകത്തേക്ക് ഈ എന്താ പറയുക tentacles extend ചെയ്യും, and that is known as a branchial tentacles. ഈ branchial tentacles ഓരോന്നും ബ്രാഞ്ച്ഡ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ബ്രാഞ്ചിനെ നമ്മൾ ബ്രാഞ്ചസിനെ ടെൻറ്റക്കിൾസ് എന്ന് പറയും. അത് വീണ്ടും ചിലപ്പോൾ ബ്രാഞ്ച് ചെയ്യാം, പ്രൈമറി ബ്രാഞ്ച് സെക്കൻഡറി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അത് പക്ഷേ എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ബ്രാങ്കിയൽ ടെൻറ്റക്കിൾസ്? യൂഷ്വലി മൈക്രോഫാഗസ് ആണെന്ന് പറഞ്ഞു നമ്മൾ, അല്ലെ? Acidia, they are microphagus. So large particles which move along with the water current into the body or into the pharynx have to be stopped, have to be filtered out. And that is done with the help of the branchial tentacles. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ വരുന്ന വലിയ വലിയ പാർട്ടിക്കിൾസിനെ ഈ ബ്രാങ്കിയൽ ടെൻറ്റക്കിൾസ് വെച്ചിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഓക്കെ, ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് അതിനെ പുറത്ത് കളയുകയും ബാക്കി വരുന്നതിനെ മാത്രമേ, അതായത് വെള്ളത്തിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ മാത്രമേ ഫാരിങ്സിനകത്തേക്ക് കടത്തി വിടൂ. സോ ബ്രാങ്കിയൽ ടെൻറ്റക്കിൾസ് ആക്ട് ആസ് എ sieve which filter out larger particles which come along with the incurrent water. Okay, so now we are between the buccal cavity and the pharynx. Now we can enter the pharynx, right? Now the pharynx, it is, as we saw, it is a very large sac. It extends from mouth till the base of the body, the broad base we said, isn't it? The whole pharynx നമ്മൾ നേരത്തെ കാണുന്നുണ്ടായി, ഒരു നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സമയത്ത് കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബാൻഡ് പോകുന്നുണ്ട് അല്ലേ? That band is actually that band is actually formed of a pair of ciliated ridges. Okay, അതായത് ഹോൾ ഫാരിങ്സിന്റെ ഒരു 1/3 ഭാഗത്തൊന്നാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത്രയും ഇല്ല, ആ ഭാഗത്ത് കൂടെ വിലങ്ങനെ ഒരു എന്താ പറയുക പെയർ ഓഫ് സീലിയേറ്റഡ് റിഡ്ജ് പോകുന്നുണ്ട്. ഓക്കെ, റിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പ് പോലുള്ള സ്ട്രക്ചറാണ്. അതിൽ സീലിയ ഉണ്ടാവും. ഓക്കെ, നിറച്ച് സീലിയ ഉണ്ടാവും. അപ്പോൾ ഒരു പെയർ ഓഫ് സീലിയേറ്റഡ് റിഡ്ജ് പോകുന്നുണ്ട്. അതിനെ നമ്മൾ പെരി pharyngeal band എന്നാണ് പറയുക. പേരിൽ തന്നെ മനസ്സിലാക്കാം, പെരി ഇൻ ദ സെൻസ് സറൗണ്ടിങ്, pharyngeal band. ഓക്കെ, ദിസ് ഇസ് സീലിയറി സീലിയേറ്റഡ് റിഡ്ജ് ആണ്, രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ പെരി ഫാരഞ്ചൽ ബാൻഡ്സ്, ഈ രണ്ട് പെരി ഫാരഞ്ചൽ ബാൻഡ്സ് ശരിക്കും ഫാരൻസിന്റെ 4 പുറം ചുറ്റുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കൂടെ വാളിലൂടെ കാണുന്നതാണ് കേട്ടോ. അതിന്റെ ഇടയിലുള്ള ഗ്രൂവിനെ നമ്മൾ പെരി ഫാരഞ്ചൽ ഗ്രൂപ്പ്, സീലിയേറ്റഡ്, again it is a ciliated groove. Okay, so we have the whole pharynx being divided into 2 portions, and by the presence of a pair of ciliated ridges, and these ridges are known as peripharyngeal ridges,
and it in between these ciliated ridge you can see peripharyngeal groove, that is again ciliated, right? And the two portions, that is anterior to the peripharyngeal band, you can see prebranchial sac, right? It is very small, very narrow, and the larger posterior part is known as the branchial sac. The atrium വഴി കവർ ചെയ്യുന്ന ഭാഗം, it is actually the branchial sac. It is a narrow anterior part of the pharynx as the prebranchial sac. Hope it is clear. Okay. Now, so that is regarding the pharynx. No, it is regarding the prebranchial zone or prebranchial region. Now we have to look into detail the structure of branchial sac, because that plays a very important role not only in filtering the food but also in respiration. Respiration അതുപോലെ ഫുഡ് ഫിൽട്ടർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ബ്രാങ്കിയൽ സാക്ക്. ഓക്കെ, അപ്പോൾ ബ്രാങ്കിയൽ സാക്കിൻ്റെ നാലുപുറം കാണുന്നതാണ് ഏട്രിയം അല്ലെങ്കിൽ ഏട്രിയൽ ക്യാവിറ്റി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ബ്രാങ്കിയൽ സാക്കിൻ്റെ മിഡ് വെൻട്രൽ ലൈൻ ഇറ്റ് ഇസ് അറ്റാച്ച് ടു ദ ബോഡി വാൾ, ബോഡി വാളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫാരിങ്സിന്റെ പുറത്തുള്ള ഡോസൽ സൈഡും അതുപോലെ ലാറ്ററൽ സൈഡ്സും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങളിൽ on the walls of the pharynx you can see along the lateral sides as well as on the dorsal side you can see it is perforated, right? And the walls are perforated, and these perforated means pores in the holes in the, okay, and these holes are actually the gill slits അല്ലെങ്കിൽ നമ്മൾ stigmata എന്ന് പറയും. ഓക്കെ, ഇതിന്റെ മാർജിൻസ്, ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്ന ഹോൾസ് ആണല്ലോ, ഇതിന്റെ മാർജിനിലൊക്കെ തന്നെ സീലിയ ഉണ്ടാവും, right? And cilia keeps on beating in such a way that it creates a water current. അതായത് വെള്ളം ഫാരൻസിന്റെ അകത്തു നിന്ന് പുഷ് ചെയ്തിട്ട് അതിന്റെ മൂവ്മെന്റ് കാരണം, സീലിയയുടെ മൂവ്മെന്റ് കാരണം വാട്ടർ ഫ്രം ഫാരൻസ് ഇറ്റ് ഇസ് പുഷ്ഡ് ഇൻ ടു ദ ഏട്രിയം, പുറത്തേക്ക് ഫാരൻസിന്റെ പുറത്തേക്ക് ഏട്രിയത്തിലേക്ക് പുഷ് ചെയ്ത് വരും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് വാട്ടർ ഓട്ടോമാറ്റിക്കലി മൂവ്സ് ത്രൂ ദ മൗത്ത് ഇൻ ടു ദ ഫാരൻസ്. അപ്പോൾ ഒരു വാട്ടർ കറണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സീലിയയുടെ മൂവ്മെന്റ്. ഈ സീലിയനെ നമ്മൾ ബ്രാങ്കിയൽ സീലിയ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ what happens is these gill slits or the stigmata contains what you call cilia along the margins, and that helps in creating a incurrent flow, right? ഇനി ഇതിന്റെ ഇടയിൽ, അതായത് അടുത്തടുത്ത് കിടക്കുന്ന ഗിൽ സ്ലിറ്റ്സിന്റെ ഇടയിലുള്ള റോസിന്റെ ഇടയിലുള്ള ഭാഗങ്ങളെ നമ്മൾ ട്രാൻസ്വേഴ്സ് ബാർ എന്ന് പറയും. ഓക്കെ, അതുപോലെ ഓരോ റോയിലും ഉള്ള അടുത്തടുത്ത് കിടക്കുന്ന ഗിൽ സ്ലിറ്റ്സിന്റെ ഇടയിലുള്ള ഫാരൻജിയൽ വാളിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ബാർ എന്ന് പറയും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് ദർ ആർ പ്ലെന്റി ഓഫ് ട്രാൻസ്വേഴ്സ് റോസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്, അതായത് ഹൊറിസോണ്ടൽ റോസ് ആയിട്ട്. ഓക്കെ, ആൻഡ് ദീസ് റോസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് വയ a pharyngeal wall, and that pharyngeal wall is known as a transverse bar. Similarly, in each row, the adjacent gill slits do have a pharyngeal wall in between, and that part of the pharyngeal wall is known as a longitudinal bar. All along the transverse bars and longitudinal bars, the pharyngeal wall contains blood vessels. അപ്പോൾ അതിൽ നിറച്ചും ബ്ലഡ് വെസൽസും ബ്രാഞ്ചസും കാപ്പിലറീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ the branchial sac act as a respiratory surface. So when water moves from pharynx into the atrium, it passes, or it actually passes very close to the blood vessels and capillaries on the longitudinal and transverse bars. And when this happens, the oxygen from the water, it and blood, there is gaseous exchange happens. Carbon dioxide from the blood moves out into the, diffuses out into the water, while oxygen diffuses into the blood. So gaseous exchange happens. Okay, so this is branchial sac is a respiratory surface, and it is done along the pharyngeal wall. Okay, I hope it is clear. Now going into the structure of the branchial sac, back into the branchial sac. ബ്രാങ്കിയൽ സാക്ക് നോക്കുന്ന സമയത്ത് വെൻട്രൽ സൈഡിലും ഡോർസൽ സൈഡിലും വളരെ യുണീക്ക് ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. ഒന്ന് മറ്റേ വെൻട്രൽ സൈഡിൽ മിഡ് വെൻട്രൽ ലൈനിൽ ഫാരിങ്സിന്റെ അകത്ത് മിഡ് വെൻട്രൽ ലൈനിൽ, വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് എവിടെയാണോ ഏട്രിയൽ അപ്പേർച്ചർ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വെൻട്രൽ സൈഡ്. ഓക്കെ, അപ്പൊ ആ വെൻട്രൽ സൈഡിൽ അലോങ് ദ വെൻട്രൽ മിഡ് വെൻട്രൽ ലൈൻ യു ക്യാൻ സീ ദർ ഇസ് എ ഗ്രൂവ്, ഒരു ഗട്ടർ
is there. Okay, it is ciliated and there it is glandular as well. Okay, ciliated ആണ് അതുപോലെ glandular ആണ്. Glandular in the sense it secretes mucus. Glandular എന്നല്ല അതിൽ mucus secreting cells ഉണ്ട്. അപ്പോൾ mucus secrete ചെയ്യും. ആ ഭാഗത്തിന് നമ്മൾ endostyle എന്ന് പറയും. Mid ventral lineൽ pharynxൽ ഒരു ഗട്ടർ പോലെ ഒരു കുഴി അല്ലെങ്കിൽ ഒരു ചാല് പോലുള്ള സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതിന്റെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഭാഗത്തെ wall is composed of ciliated cells and the cells can also produce mucus. Okay, so that part is known as endostyle. Just opposite to that, on the roof, like dorsal side, dorsal line, a membrane or a flap polar membrane, it hangs down into the lumen. Pharynx nagatiki thungi nikkunnundu. Membrane fold of membrane, it is known as a dorsal lamina. Actually, it extends from നമ്മുടെ പെരിഫാരഞ്ചൽ ബാൻഡ് ഓർമ്മയില്ല, പെരിഫാരഞ്ചൽ ബാൻഡ് മുതൽക്ക് ഈസോഫാഗസ് വരെ മിഡ് ഡോസൽ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഒരു മെംബ്രെയിൻ ഫ്ലാപ്പ് ആണ് ഡോസൽ ലാമിന. അതുപോലെ തന്നെ എൻഡോസ്റ്റൈൽ ഓൾസോ എക്സ്റ്റെൻഡ്സ് ഫ്രം ദി ദിസ് വൺ വാട്ട് യു കോൾ ദ പെരിഫാരഞ്ചൽ band to the esophagus. Okay, so these two structures have a very important role in like trapping the food and leading it to the esophagus. Esophagus like direct ചെയ്യാൻ സഹായിക്കുന്ന structures ആണ്. ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. I hope you can see over here, right? Okay, so this is the endostyle portion. I mean different parts. ഇതിൽ എൻഡോസ്റ്റൈൽ എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂവ് പോലെ അല്ലെങ്കിൽ ഒരു ചാല് പോലെ ഒരു കട്ടർ പോലെയാണ് in the mid ventral line of the pharynx, and here you can see endostyle. Now I hope it is clear what this endostyle. I'll just once again summarize it. Okay, so branchial sac lies in the atrial cavity. The walls are perforated by numerous transverse rows of gill slits. I'm reading it from the textbook. Okay, numerous transverse rows of gill slits. The gill slits, otherwise known as stigmata. The water flows through the what you call branchial aperture or the oral aperture. It enters inside the pharynx. Water moves through the stigmata into the atrium. The number of stigmata and the number of their rows, transverse rows, it is very species specific. That is, species ne identify ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ക്യാരക്ടർ ആണ് എത്ര stigmata ഉണ്ട്, എത്ര rows of stigmata ഉണ്ടെന്നുള്ളത്. Okay, now the branchial wall or the pharyngeal wall at the branchial sac region, the branchial wall between two successive rows of stigmata is known as transverse bar, and the branchial wall between two adjacent stigmata of the same row is known as longitudinal bar. Both this contain blood vessels and supporting chitinous rods. The margin of the stigmata bear long cilia which produce an incoming stream of water. It's clear, I hope. Okay. Now, on the floor of the branchial sac and running the whole of its midventral line is a ciliated glandular gutter called endostyle. Similarly, running along the mid-dorsal part of the branchial sac and hanging down to its cavity is a flap-like membrane called dorsal lamina. Anteriorly, the endostyle and dorsal lamina are continuous with or connected with the peripharyngeal bands. A paired peripharyngeal band right connected on. The endostyle is believed to correspond to the thyroid gland of vertebrates. Along its midventral line is a row of cells provided with very long cilia, which is known as floor cilia. നമ്മൾ അത് പിക്ചറിൽ കണ്ടിട്ടുണ്ട്, നല്ല നീളം കൂടിയ cilia ഉണ്ടല്ലോ. അപ്പോൾ അത് ciliated cell ആണ്, അത് അതിന് floor cilia ആണ്. Now dorsal lamina extends between peripharyngeal bands and esophagus. Its free lower margin, അതായത് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന മാർജിൻ, അത് ഭക്ഷണം എത്തിക്കഴിയുമ്പോൾ അതിന് കർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഭക്ഷണം അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ട്രാപ്പ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ ഇറ്റ് ക്യാൻ റോൾ അപ്പ്. ഓക്കെ, കർവ് ചെയ്തിട്ട് അതിന് റോൾ ചെയ്യാം. റോൾ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഫോംസ് എ കണ്ടിന്യൂസ് ട്യൂബ്. അപ്പോൾ ഡോസൽ ലാമിന എന്ന് പറയുന്നത് താഴത്തേക്ക് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്ന ലൂമനിലേക്ക് താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന പോലുള്ള ഒരു മെംബ്രെയിനാണ്, ഫോൾഡ് ഓഫ് മെംബ്രെയിനാണ്. ഇത് റൈറ്റ് സൈഡിലേക്ക് കർവ് ചെയ്തിട്ട് റോൾ ചെയ്യും. റോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു സിലിണ്ടർ പോലെ നടക്കും. ഇതിലൂടെയാണ് ഫുഡ് ഫാരിങ്സിനകത്തേക്ക് കയറിയിട്ടുള്ള ഫുഡ് ഈ ഡോസൽ ലാമിന വഴി ഈ ട്യൂബ് വഴി പാസ് ചെയ്തിട്ടാണ് ഈസോഫാഗസിലേക്ക് എത്തുന്നത്.
Okay, so its free lower margin is curved towards the right side and rolled up spirally. So this forms a tubular structure, and along this tube, the food cord passes to the esophagus. Okay, now posteriorly, that is towards the esophagus, branchial sac opens into the short curved esophagus. Fine. The opening from the pharynx into the esophagus is guarded by two semicircular lips. Esophagus passes to stomach. The stomach is swollen and glandular. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇല്ല എന്ന് പറഞ്ഞു, പ്രത്യേകമായിട്ടുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇല്ല. പക്ഷെ സ്റ്റൊമക്കിന്റെ വാളിൽ തന്നെ ഗ്ലാൻഡുലർ സെൽസ് ഉണ്ടായതുകൊണ്ടും അത് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. It has a very important role in digestion. Okay, so stomach. Leading from the stomach is a very long looped intestine, and the terminal part of the intestine, it forms a short rectum. Right, that is the actually last part of the what you call the alimentary canal. This open into cloaca. അപ്പോൾ ക്ലോയക്ക എന്ന് പറയുന്നത് ഏട്രിയത്തിന്റെ തന്നെ ആന്റിരോ ഡോസൽ ഭാഗമാണ് ക്ലോയക്ക ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദി intestine inner wall, it forms a part known as typhlosole. Typhlosole എന്ന് പറയുന്നത് intestine ഡോർസോമീഡിയൻ വാളിൽ കാണുന്ന ഒരു ലോഞ്ചിറ്റ്യൂണൽ റിഡ്ജ് ആണ്, ഒരു വയമ്പ് പോലെ കാണുന്ന ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് ടിഫ്ലോസോൾ. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണ്. ഇനി ഗ്ലാൻഡ് ഒട്ടുമില്ല എന്ന് പറഞ്ഞു, എന്നാൽ പൈലോറിക് ഇൻറ്റസ്റ്റൈനൽ വാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പൈലോറിക് ഗ്ലാൻഡ് ഉണ്ട്. പക്ഷെ അത് ഓപ്പൺ ചെയ്യുന്നത് സ്റ്റൊമക്കിലേക്കാണ്. എന്നാൽ പൈലോറിക് ഗ്ലാൻഡ് പ്രത്യേകിച്ച് ഒരു ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ളത് എക്സാക്ട് ഫംഗ്ഷൻ ഒന്നും കണ്ടെത്തിയിട്ടില്ല. സോ ഈവൻ ദോ ഇറ്റ് ഇസ് എ ഗ്ലാൻഡ്, it is associated with the intestine, that is why and it opens into the what you call posterior part of the stomach. അതുകൊണ്ടാണ് pyloric gland എന്ന് കൊടുത്തിട്ടുണ്ട്. Okay, now we can see the mechanism of food collection and digestion. Okay, so first thing happens, water current create ചെയ്യണം. നല്ല വാട്ടറിലൂടെ ഫുഡ് വരില്ലോ. അപ്പോൾ the water current, incurrent water current is made possible or it is created by way of beating of cilia along the margins of the longitudinal along the margins of the gill slits or stigmata. Gill slits means stigmata marginal കാണുന്ന cilia beat ചെയ്തിട്ടാണ് water current create ചെയ്യുന്നത്. Okay, and water as a result water enters through the oral aperture, it passes through the buccal cavity, and the larger particles in the what you call water, it is filtered out with the help of branchial tentacles which is located between the buccal cavity and the pharynx. It passes through the prebranchial zone. It passes into the branchial sac. Okay, branchial sac like വരുമ്പോൾ എൻഡോസ്റ്റൈല് cilia ഉണ്ട്, താഴ്ഭാഗമായതുകൊണ്ട് ഫ്ലോർ ഭാഗമായതുകൊണ്ട് ഫുഡ് ഗെറ്റ് സെറ്റിൽഡ് ഓൺ ദ ബ്രാങ്കിയൽ വാൾ. ഓക്കെ, അങ്ങനെ സെറ്റിൽ ആവുന്ന ഫുഡിനെ എവിടേക്ക് കയറ്റണം? ഡോസൽ ലാമിന ഉണ്ടാക്കിയിട്ടുള്ള ട്യൂബിലേക്ക് കയറ്റണം, എന്നാലേ അത് ഈസോഫാഗസിൽ എത്തുള്ളൂ. അപ്പോൾ അവിടേക്ക് എത്തിക്കണമെങ്കിൽ എന്താ, വാട്ടറിനെ ബീറ്റ് ചെയ്ത് വാട്ടറിലൊരു കറണ്ട് ഉണ്ടാക്കണം. Okay, so that the food just gets, which is actually settled on the walls of the pharynx or the branchial sac, it moves up into the dorsal lamina, and that kind of a water current is created by beating of the very long cilia in the endostyle. അപ്പോൾ endostyle അകത്തുള്ള long cilia beat ചെയ്യും ഈ ബ്രാങ്കിയൽ സാക്കിന്റെ വാളിൽ സെറ്റിൽ ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇത് അങ്ങനെ തന്നെ മൂവ് ചെയ്യില്ല. ഇതിനെ നമ്മൾ ഫുഡ് അവിടെ എത്തിക്കഴിഞ്ഞാലും ഡോസൽ ലാമിനയുടെ കൂടെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഒരു കോഡ് പോലെയാകണം. അതായത് എന്താ പറയുക, ഒരു കട്ടിയിലൊരു നാര് പോലെയാകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എൻഡോസ്റ്റൈൽ ഇറ്റ് ഓൾസോ ഹാവ് മ്യൂക്കസ് സെക്രേറ്റിംഗ് സെൽസ്. അപ്പോൾ ഇറ്റ് സെക്രീറ്റ്സ് മ്യൂക്കസ്, ആൻഡ് ദിസ് മ്യൂക്കസ് ഇറ്റ് ട്രാപ്സ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. Right, now all the food particles is trapped inside mucus. Now when the cilia beats, it moves up into the dorsal lamina, and dorsal lamina മറ്റേ ട്യൂബിലേക്ക് കയറുകയും അതിലൂടെ പോകുന്ന സമയത്ത് ഇത് വലിയൊരു കോഡായിട്ട് മാറും. ഒരു എന്താ പറയുക, നൂല് പോലെ കട്ടിയിലൊക്കെ ഒരു ഇതുപോലെ കയറോ നൂലോ എന്താ പറയുക അതുപോലൊരു സ്ട്രക്ചറായി മാറും. And it slowly moves down through the tube in the dorsal lamina and reaches the esophagus. So that is what happens. Okay, and whatever is left over, it is pushed out through the stigmata into the
atrium, and from there through the atrial pore it is let out. Now digestion takes place. Digestion means breaking down of the particles, chemical breakdown of the particles take place with the help of carbohydrates or the amylases, proteases and lipases, which is secreted by the glandular cells in the stomach. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ വോളിലുള്ള ഗ്ലാൻഡുലർ സെൽസ് പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലിപ്പേസസും പ്രോട്ടീസസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡൈജഷൻ നടക്കും. ആൻഡ് ഡൈജഷൻ നടന്നതിന് ശേഷമുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് along the long curved intestine. Okay, so that is actually the complete digestion and respiration. Hope the whole thing is clear. So there is an assignment for you. What you have to do is, before I conclude, you can see the passage of water. Okay, the blue one is actually the passage of water. Okay, enters through the incurrent siphon, passes into the pharynx, from there through the gill slits, it moves out into the atrium, from there to through the excrement siphon, it moves out, right? Then the red one is actually the movement of food. Okay, I told you excrement siphon എന്ന് പറയുന്നത് actually dorsal side ആണ്. അപ്പോൾ നേരെ excrement എന്താ പറയുക, നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വെൻട്രൽ സൈഡ്. വെൻട്രൽ സൈഡിലാണ് എന്തുള്ളത്, എൻഡോസ്റ്റൈൽ ഉള്ളത്. അപ്പം ഇത് ഫ്ലോറിൽ വന്ന് അതിൻ്റെ വാളിൽ ഫുഡ് ഫാരഞ്ചൽ വാളിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ ഈ എൻഡോസ്റ്റൈലിലുള്ള മ്യൂക്കസ് സെക്രേറ്റിംഗ് സെൽസ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ട്രാപ്പ് ചെയ്യും. അതേപോലെ എൻഡോസ്റ്റൈലിലുള്ള സിലിയ കീപ്സ് ഓൺ ബീറ്റിംഗ് ആൻഡ് ഇറ്റ് പുഷസ് what you call the food which is trapped inside the mucus laden food, it moves up into the dorsal lamina. Okay, a dorsal lamina tube vadi adu evidekku ettum, esophagus ilke ettum. Okay, you can see narrow, very small part. Red arrows follow cheyna madi. Okay, and then it enters the stomach. Okay, from the stomach it will pass into the very curved and long intestine. Intestine rectum anus vadi open cheyittu adu cloacaയിലേക്ക് എത്തും. ആൻഡ് ദ digestion നടക്കുന്നത് into the atrium and അവിടുന്ന് excrement siphon വഴി ഇത് പാസ് ഔട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് റെപ്രസെൻറ്റേഷൻ. വാട്ടറിൻ്റെ ഇതുകൊണ്ട് ആ വാട്ടർ പാസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് റെസ്പിറേഷൻ നടക്കുന്ന. ഫുഡ് ആ റെഡ് ആരോസ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. Okay, so I hope it is clear with the digestion and respiration of Ascidia, right? So you have to make note on this, and you also need to make a drawing of the internal organs of Ascidia. Okay, that കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് വരച്ചിട്ട് ആ വരച്ച പിക്ചർ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം, അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഓക്കെ.